ചൈനീസ് വിദേശകാര്യമന്ത്രി ശ്രീ വാങ് യി ഓഗസ്റ്റ് 18-19 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത്. യുഎസുമായി നിലനിൽക്കുന്ന വ്യാപാര തർക്കങ്ങൾക്കിടയിലാണ് ചൈന ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നത്. ഇത് ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിൽ കുറച്ച് തണുത്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രതിനിധികളുടെ 24ാം റൗണ്ട് ചർച്ച വാങ് യി തന്റെ സന്ദർശന വേളയിൽ NSA ഡോവലുമായി നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മിസ്റ്റർ വാങ് യിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു, ഓഗസ്റ്റ് 18 മുതൽ 20 വരെ CPC സെൻട്രൽ കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും വിദേശകാര്യ മന്ത്രിയും ചൈന ഇന്ത്യ അതിർത്തി പ്രശ്നത്തിലെ ചൈനയുടെ പ്രത്യേക പ്രതിനിധിയുമായ വാങ് യി ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യയുടെ ക്ഷണപ്രകാരം അതിർത്തി പ്രശ്നത്തിൽ ചൈനയുടെയും ഇന്ത്യയുടെയും പ്രത്യേക പ്രതിനിധികൾ തമ്മിലുള്ള 24ാം റൗണ്ട് ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കം സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്താനാണ് പ്രധാനമായും വാങ് യി ഇന്ത്യ സന്ദർശിക്കുന്നത്. ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാനിരിക്കെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവരും ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്കയുമായുള്ള ബന്ധം ഉയരുന്നതിനിടെ റഷ്യയും ചൈനയുമായി ഇന്ത്യ അടുക്കുന്നത് ഉറ്റുനോക്കുകയാണ് ലോകം. പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിച്ചേക്കും. കഴിഞ്ഞ ആഴ്ച റഷ്യ സന്ദർശിച്ച അജിത് ഡോവൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യയുടെ ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി സെർഗെയ് ഷൊഗിയുമായി ഡോവൽ ചർച്ച നടത്തിയിരുന്നു. വിവിധ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് നേതാക്കൾ ചർച്ച നടത്തി. ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് തകർന്ന ഇന്ത്യ ചൈന ബന്ധം വീണ്ടും ഊഷ്മളമാകുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ചൈന ലഘൂകരിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ 2024-25 സാമ്പത്തിക വർഷം 57 ലക്ഷം ടൺ യൂറിയയാണ് ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 20% കുറവാണ് ഇറക്കുമതിയിലുണ്ടായത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞതാണ് പ്രധാന കാരണം. 2023-24 18.7 ലക്ഷം ടൺ യൂറിയയാണ് ചൈനയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷം ഇത് 1 ലക്ഷം ടൺ യൂറിയയായി കുറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ചൈന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയത്. ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാരത്തിനായുള്ള വിസ അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അടുത്തിടെ ഇന്ത്യ നീക്കിയിരുന്നു. ചൈനയിലേക്ക് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാൻ വ്യോമയാന കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ചൈനയുമായി നേരിട്ടുള്ള വ്യോമഗതാഗതം ഇന്ത്യ നിർത്തിവെച്ചത്. പിന്നാലെ 2020 ഗാൽവാൻ സംഘർഷവും തുടർന്നുണ്ടായ നയതന്ത്ര ബന്ധത്തിലെ തകർച്ചയും ഇക്കാര്യത്തിൽ പുനഃപരിശോധന ഉണ്ടായില്ല. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം 2024 ഒക്ടോബറിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ സ്ഥിതിയിലേക്ക് സൈന്യത്തെ പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു. ചില മേഖലകളിൽ ഇനിയും ഇത് പൂർത്തിയാകാനുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2019 ശേഷം ആദ്യമായാണ് മോഡി ചൈനയിലേക്ക് പോകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്ന സൂചനകൾ അടുത്തിടെ വന്നിരുന്നു. അതേസമയം US റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിൽ അലാസ്കയിൽ നടന്ന ചർച്ചകളുടെ അനിശ്ചിതത്വ ഫലത്തോട് സർക്കാർ ഉടനടി പ്രതികരിച്ചില്ല. ചർച്ചകളുടെ ഫലമായി ദ്വിതീയ അല്ലെങ്കിൽ പിഴ താരിഫുകൾ നടപ്പിലാക്കുന്നത് മാറ്റിവെക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിട്ടും റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള 25% അധിക താരിഫിൽ ഇളവ് വരുത്തുന്നത് ന്യൂഡൽഹിക്ക് ആശ്വാസകരമായിരിക്കും. എന്നിരുന്നാലും റഷ്യൻ പ്രസിഡന്റിന്റെ പുടിനെ കാണാനുള്ള ഒരു ദിവസം നീണ്ടുനിന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ട മിസ്റ്റർ ട്രംപിന്റെ മറ്റ് അഭിപ്രായങ്ങൾ അങ്ങനെയല്ല. കാരണം ഇന്ത്യ ഇതിനകം റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.